സമാധാനത്തിന്റെ മുനമ്പിൽ ഗാസ. സമാധാന കരാറിൽ രാഷ്ട്ര തലവന്മാർ ഒപ്പുവെച്ചു. ഖത്തർ, തുർക്കി, ഈജിപ്ത്, അമേരിക്ക എന്നീ മധ്യസ്ഥ രാജ്യങ്ങളാണ് കെയ്റോയിലെ സമാധാന ചർച്ചകൾക്കൊടുവിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ആദിലുണ്ട് വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അതിൽ ഹമാസിന്റെയും ഇസ്രായേലിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കാത്ത ഉച്ചകോടി കൂടിയായിരുന്നു. മധ്യസ്ഥ രാജ്യങ്ങൾ ഒപ്പുവെച്ചിരിക്കുന്നു. എന്താണ് ഈ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ? അസ്ദ, ഗാസയിൽ ഈ ഹമാസും ഇസ്രായേലും സംയുക്തമായിട്ട് ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി നിലവിൽ വന്ന ഈ വെടിനിർത്തൽ കരാറിൻ്റെയും തുടർന്നുണ്ടായ ബന്ദിമോചനവും അതോടൊപ്പം തന്നെയുള്ള ഈ സൈനിക പിന്മാറ്റവും എല്ലാം തുടരുന്നൊരു ഘട്ടത്തിലാണ് ഈജിപ്തിൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലവന്മാരെല്ലാം ഒത്തുചേർന്നിട്ടുള്ള 20-ലധികം രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഒത്തുചേർന്നൊരു അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ആ സമാധാന ഉച്ചകോടിയിലാണ് ഇത്തരത്തിൽ ഒരു സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുന്നൊരു സാഹചര്യം. അതായത് ഈ ഗാസയിലെ വെടിനിർത്തൽ കരാറിന് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച രാഷ്ട്രങ്ങളുടെ തലവന്മാർ ഒരു വെടിനിർത്തൽ കരാറിന് ഒപ്പുവയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഈജിപ്ത്, ഖത്തർ, തുർക്കി, അമേരിക്ക എന്നീ രാഷ്ട്രങ്ങളുടെ തലവന്മാരാണ് നിലവിൽ ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വെടിനിർത്തൽ, ഈ വർഷത്തിൻ്റെ ആദ്യത്തിലുണ്ടായ വെടിനിർത്തൽ വന്നതിന് ശേഷവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അതിന് റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ, ഈ വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്ന ഘട്ടത്തിൽ തന്നെ ഇത് നിരീക്ഷിക്കുന്നതിനു വേണ്ടിയും അതിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവാതെ പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടി അന്താരാഷ്ട്ര ഒരു സൈനിക സംഘടന രൂപീകരിക്കുമെന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടിരുന്നു. 200-ലധികം പട്ടാളത്തെ വിന്യസിക്കുമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഇത്തരത്തിലൊരു സമാധാന കരാറിലേക്ക് ഈ രാഷ്ട്ര തലവന്മാർ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയിൽ നമുക്കറിയാം ഗാസയുടെ റീബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് രാഷ്ട്രങ്ങൾ സംവദിക്കുന്നുണ്ട് ആ വിഷയങ്ങളിലെല്ലാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഈ പറയുന്ന മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പലസ്തീനിലുള്ള ജനങ്ങളുടെ ഏറ്റവും അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള, ആത്യന്തികമായിട്ട് ആ പ്രദേശത്താകെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇനി ഇത്തരത്തിലുള്ളൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് ആ പ്രദേശം പോകാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഈ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാഷ്ട്രത്തലവന്മാരെല്ലാം ട്രംപിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നൊരു സാഹചര്യം കൂടി നമുക്ക് ഈ ഉച്ചകോടിയിൽ കാണാനായിട്ട് സാധിക്കും. പാകിസ്ഥാൻ്റെ അടക്കം പ്രതിനിധികളായി പങ്കെടുത്തിട്ടുള്ള ആളുകൾ ട്രംപിനെ വലിയ രീതിയിൽ അനുമോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈജിപ്തിൻ്റെ പരമോന്നത ബഹുമതി ട്രംപിന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഈ ഉച്ചകോടിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സമാധാന കരാറിലേക്ക് ഒപ്പുവയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബൃഹത് പദ്ധതിക്ക്, ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളെ ആകെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, തുടച്ചു നീക്കുന്നതിന് വേണ്ടി എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര സമാധാന കരാറിലേക്ക് 20ഓളം രാഷ്ട്രങ്ങളുടെ തലവന്മാർ പങ്കെടുത്ത ഒരു ഉച്ചകോടിയുടെ ഭാഗമായിട്ട് ഒരു കരാർ രൂപപ്പെടുന്നതും അത്തരത്തിലൊരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി രാഷ്ട്രത്തലവന്മാരെല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നത്. അസ്ദ, ശരി, അതിലാണ് വിവരങ്ങൾ നൽകിയത്. ഗാസയിൽ സമാധാനം പുലരുകയാണ്. സമാധാന കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു മധ്യസ്ഥ രാഷ്ട്രങ്ങൾ.